മദ്യാസക്തിയിൽ സമനില തെറ്റുമ്പോൾ സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെടുന്നവരുണ്ട്. തലസ്ഥാനത്ത് വഞ്ചിയൂരിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ മദ്യലഹരിയിലെത്തി കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരാൾ. ബാർ ജീവനക്കാരൻ അതിയന്നൂർ സ്വദേശി ശ്രീരാഗ്. കോച്ചിംഗ് സെന്ററിന്റെ നടത്തിപ്പുകാരനുമായി നടന്ന തർക്കത്തിന് പിന്നാലെയാണ് അക്രമം അഴിച്ചുവിട്ടത്. അക്കാദമിയുടെ ഗ്ലാസ് ഡോർ, ലോഗോ ബോർഡ് ഉൾപ്പെടെയുള്ളവ തല്ലിത്തകർത്ത ശ്രീരാഗ് ഇപ്പോൾ അഴിക്കകത്താണ്. നടന്ന സംഭവം വിശദമായി കാണാം ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ. കഴിഞ്ഞ ദിവസം രാത്രി വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിൽ ആളുകൾ കണ്ട കാഴ്ചയാണിത്. ഈ കാണുന്ന ബാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നു. മേൽവസ്ത്രമില്ലാതെ അത്രമേൽ അക്രമാസക്തനായി തടികൊണ്ട് നിർമ്മിച്ച ഒരു ടേബിളുമായി ഈ റോഡിന് വശത്തൂടെ അയാൾ വേഗം നടന്നുപോയി. കാര്യം എന്തെന്ന് പിടികിട്ടും മുൻപ് ആ യുവാവ് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം തല്ലിപ്പൊളിച്ചു. ഗ്ലാസ് ഡോർ തല്ലി തകർത്തു. മുന്നിലുണ്ടായിരുന്ന ലോഗോ ബോർഡ്, ഒപ്പം ഫിംഗർ പ്രിന്റ് പരിശോധിക്കുന്ന മെഷീൻ ഉൾപ്പെടെയെല്ലാം ആ മനുഷ്യൻ തല്ലി തകർത്തു. മദ്യലഹരിയിലാണ് പ്രതി പരാക്രമം കാട്ടിയത്. അന്വേഷണത്തിനൊടുവിലാണ് പരാക്രമം കാട്ടിയയാൾ തൊട്ടു മുന്നിൽ കാണുന്ന ബാറിലെ ജീവനക്കാരനായ അതിയന്നൂർ സ്വദേശി ശ്രീരാഗ് AS ആണെന്ന് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 പോലീസിന്റെ FIR പ്രകാരം കാര്യങ്ങൾ ഇങ്ങനെയാണ് നടന്നത്. 9:30 മണിയോടുകൂടി ജീവനക്കാരൻ ശ്രീരാഗ് പിന്നിൽ കാണുന്ന ബാറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ബാറിൽ വെച്ച് മദ്യപിച്ച ശേഷം പുറത്തെ റോഡിൽ നിന്ന് അസഭ്യം പറഞ്ഞു എന്നാണ് FIR-ൽ പറയുന്നത്. അസഭ്യം പറഞ്ഞതിന് പിന്നാലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ ആളുകൾ, അധികൃതർ അവർ ഇത് ചോദ്യം ചെയ്തു. ഇത് പ്രകോപനത്തിന് കാരണമായി, പിന്നീട് വാക്കുതർക്കമായി, സംഘർഷമായി. ഏറ്റവും ഒടുവിലാണ് കയ്യിലുണ്ടായിരുന്ന ആ തടി സ്റ്റാൻഡുമായി എത്തി സിവിൽ സർവീസ് അക്കാഡമിയുടെ സർവ്വ സാധനങ്ങളും തല്ലിത്തകർത്തത്. സിവിൽ സർവീസ് അക്കാഡമി നടത്തിപ്പുകാരുടെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. ആ ഘട്ടത്തിൽ തന്നെ പ്രതി ശ്രീരാഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്: പെട്ടെന്ന് മദ്യലഹരിയിലുണ്ടായ പ്രകോപനമാണോ ഈ അതിക്രമത്തിന് കാരണമായത്? അതോ ബാറിനുള്ളിൽ വെച്ച് നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അവരെ തിരഞ്ഞാണോ അക്കാഡമിയിലേക്ക് വന്നത്? ഈ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോഴും മദ്യലഹരിയിലുണ്ടായ ആക്രമണമെന്നാണ് FIR-ൽ പറഞ്ഞു വെക്കുന്നത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. പ്രതി നിലവിൽ അറസ്റ്റിലാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.